ഞാൻ 10 പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചി മരിക്കണത്. കഴിഞ്ഞ കൊല്ലം എൻ്റെ അപ്പനും പ്ലസ് ആയി. ഇൻ കേസ് നമ്മൾ കല്യാണം കഴിച്ചാലും കുട്ടി ജോലി കണ്ടിന്യൂ ചെയ്യണം കേട്ടാ. കാരണം ഇപ്പോഴും എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് നിയർ ഫ്യൂച്ചറിൽ ഒരു ബിസിനസ്സിലേക്ക് കടക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്കൊരു പെർമനന്റ് ഇൻകം വേണമല്ലോ. റിസ്ക് ആണ്, അതാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയണത്. നോക്കി നോക്കി എന്നെ കഴുത്ത് വേനിക്കണം. എത്ര ഹൈറ്റ്? 5'9". ഒന്നും കൂടെ നിൽക്കുമോ? അതിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങിക്കോ. ആ വലിയ കുഴപ്പമില്ലല്ലേ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഈ ലൈഫ് മുഴുവനും ഒരേ ജോലി മാറി മാറി ചെയ്ത് ഒരു ഡേ അങ്ങനെ ഇല്ലാണ്ടാവണേല് എന്തൊരു ത്രില്ല്. നമ്മുടെ ഒരു സിഗ്നേച്ചർ വിട്ടിട്ട് പോകണ്ടേ? എന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും. രണ്ടിലൊന്ന് എന്തായാലും സംഭവിക്കും. ഒരു കോമൺ മാന്റെ ഭാര്യയായിട്ട് ലൈഫ് കംഫർട്ടായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച കുട്ടി വേറെ ആളെ നോക്കിക്കോളും. അവസാനം എന്നെ കല്യാണം കഴിച്ചിട്ട് കുറ്റം പറയരുതിട്ടാ. യു ജസ്റ്റ് റിലാക്സ് ആൻഡ് തിങ്ക് ആൻഡ് ലെറ്റ് മീ നോ ദ ഡീറ്റെയിൽസ്. നിങ്ങളൊരു സംഭവം തന്നെ ജോയേട്ടാ. അവള് നമ്മളെ റിസ്ക് എടുത്ത് കെട്ടിയല്ലടാ. കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള എന്റെ പേരിൽ ഇനി പരാതി പറഞ്ഞു വരില്ലേ? അത് കറക്റ്റ്. നീ ധൈര്യമായിട്ട് പോയി കാണണ്ട. പുണ്യാളൻ അഗർബത്തീസിന്റെ ഓപ്പറേഷൻ മാനേജർ ഗ്രീനു ശർമ്മ. നിന്റെ അപ്പനിട്ട് ഈ ഊളപ്പേര് ഒഴിച്ച ബാക്കിയെല്ലാവരും അന്തസ് തന്നെയാ. ജോയേട്ടാ പക്ഷെ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നം തന്നെയാ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ ചോദിക്കും ചില തെണ്ടികള്. കളഞ്ഞു പോയിന്ന് പറയല്ലേ. എന്തുകൊണ്ടാ ഡിഗ്രി സർട്ടിഫിക്കറ്റ്? ബിൽ ഗേറ്റ്സ് എന്ന് കേട്ടല്ലേ നീ? അയാൾക്ക് എന്തുട്ട് എഡ്യൂക്കേഷൻ? ഫേസ്ബുക്കിന്റെ ഒരു ഹെഡ് ഉണ്ടല്ലോ, എന്തുട്ട് മാർക്ക് സുക്കംബർഗ്, എന്തൊരു തേങ്ങ. അയാൾ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്. നീ വണ്ടി കയറിയേ? കോളേജിൽ പഠിച്ചാൽ മതി. പിന്നെ ഗ്രീനോ അന്തസ് നോക്കിട്ട് ശ്രീധനം വേണ്ടാന്നുള്ള ഡയലോഗ് ഒന്നും അടിച്ചേക്കല്ലേ മോനെ. എനിക്ക് പറ്റിയ പോലെ ഔട്ടാ. അതെന്താ ജോയേട്ടാ? അനുചേച്ചിയുടെ ഫാദർ PWD നല്ല ചിക്കിലി വായിച്ചു പിന്നെ ടീമല്ലേ? തേങ്ങയാണ്. നമ്മുടെ സ്റ്റാറ്റസ് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച ശ്രീധനം വേണ്ടെന്നൊക്കെ നമ്മളൊരു ഡയലോഗ് ആച്ചില്ലടാ. നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു, അങ്ങോട്ട് തരാക്കി. ഇപ്പൊ മോന്റെ കൂടെ ദുബായിൽ സുഖമായിട്ട് ജീവിക്കാണ് കാലമാടൻ. റോഡും ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ മോന്റെ ഓർമ്മ വരണേ. ജോയ് താക്കോൽക്കാരൻ, MBA, MSW, MA സൈക്കോളജി. സംഗതിയൊക്കെ ഉഷാറായിട്ടുണ്ട്. എന്നാലും ഈ ആനപ്പിണ്ടം പോലൊരു സാധനത്തിൽ നിന്ന് ചന്ദനത്തിരി പോലുള്ള സംഗതി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. ഇത് പ്രൂവൺ ടെക്നോളജിയാണ് കൃഷ്ണേട്ടൻ. ഇതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. ആദ്യം ഈ ആനപ്പിണ്ടം എടുത്തിട്ട് ഇങ്ങനെ ഉണക്കണം, പിന്നെ അതിങ്ങനെ പൊട്ടിക്കണം, പിന്നെ ഒരു ഫോം വെച്ച് ഇങ്ങനെ പൊതിയണം. ശ്രീലങ്കയിലൊക്കെ ഇത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലേ? ഇങ്ങനൊരു ഐഡിയ ഇവിടെ ആർക്കും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. പിന്നെ പുതിയൊരു കാര്യം കേൾക്കുമ്പോഴേക്കും ആദ്യമായിട്ട് നെറ്റ് വിളിക്കുമല്ലോ, അത്രേ ഉള്ളൂ. എന്നാലും ആനപ്പിണ്ടത്തിൽ നിന്ന് ഉണ്ടാക്കണ ചന്ദനത്തിരിക്ക് എന്ത് മണം ഉണ്ടാവാ ജോയെ? റൈറ്റ് ആണ്, റൈറ്റ് ചോദ്യാണ്. നമ്മളാ ഐറ്റമായിട്ടല്ലേ വന്നേക്കണേ. ഇവനാണ് നമ്മുടെ ഹീറോ. കത്തിച്ചാലോ? സംഗതി കൊള്ളാലോ. എന്നാലും ചന്ദനത്തിരി പോലൊരു ബിസിനസ്സിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാവാനാ ജോയെ? അതെ, ഇതാണ് നമ്മുടെയൊക്കെ വേറൊരു മിസ്കൺസെപ്ഷൻ. ഇന്ത്യയിൽ മാത്രം 4000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയാണ് ഈ അഗർബത്തീസിന്റെ. അതിന്റെ 1% കിട്ടിയ പോരെ? കംപ്ലീറ്റ് എക്സ്പോർട്ടാണ്, എക്സ്പോർട്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് തൃശ്ശൂർ ടൗൺ അല്ല, കേരളമല്ല, ഇന്ത്യയല്ല, വേൾഡ് മാർക്കറ്റാണ്. അമേരിക്കയിലെ മലയാളി, ദുബായിലെ മലയാളി, ലണ്ടനിലെ മലയാളി, നൊസ്റ്റാൾജിയ കംപ്ലീറ്റ് അവർക്കല്ലേ. ഒരു ഹിന്ദു ഇതങ്ങോട്ട് കത്തിക്കുമ്പോ അവര് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിച്ചതിന്റെ ഫീലല്ല എന്റെ കൃഷ്ണേട്ടാ. ക്രിസ്ത്യാനികൾ ഇത് കത്തിക്കാത്ത ഒരു ഫ്യൂണറൽ ഉണ്ടായിട്ടുണ്ടാ? മുസ്ലിങ്ങളുടെ അവരുടെ റിലീജിയന്റെ ഭാഗം തന്നെയാണ് ഈ ചന്ദനത്തിരി. അറിയോ കൃഷ്ണേട്ടന്? നിങ്ങളുടെ കാശൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ ആനോളുടെ ആ പിണ്ടം, അതും ആ ദേവസ്വത്തിന്റെ കേസ് തീരുന്നവരെ മാത്രമേ ഉള്ളൂ. ഒരു ഹ്യൂമാനിറ്ററി സർവീസ് ഒന്ന് ചെയ്തു തന്നൂടെ കൃഷ്ണേട്ടാ? ചിമിച്ചേട്ടാ, ജയേട്ടൻ. അതേരാ, ഇതിലിപ്പോ എന്തുട്ടത്ര ആലോചിക്കാൻ? അടുത്ത കൊല്ലം പൂരത്തിന് കാട്ടാളൻ താമസിന് അന തെക്കോട്ടിറക്കത്തിന് ഉണ്ടാവും. അതൊരു തീരുമാന. ഞാൻ അതേ ജയന്റെ അടുത്തെത്തി.
എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ലെറ്റർ കേട്ടില് ഒരു കൺസെന്റ് എഴുതി തന്നാ മതി, കോടതിയിൽ അത് ഗുണാവും. മായിട്ടെന്നാ ശരി എന്നാ. കാണപ്പോ. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് ആരൻ്റെ 60 പറഞ്ഞേ? പാകിസ്ഥാനിൽ നിന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലേ ഞാൻ. എന്നാ 60 കൊടുക്കും ഞാൻ. ആന എനിക്ക് വേണം. നീ ആ സാധനം വെച്ചേ. നോക്കിയോളൂ കേട്ടോ. ആ ശരി ശരി. ആ തോമസ് ഏട്ടാ 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് വരണേ? ആ പോയതാ പുണ്യാളം ജോയിലടാ. അതെ, തോമസ് ഏട്ടൻ അറിയാവനെ ജാതി പുല്ലിയാട്ടാ. നോക്കിയേ. ഈ കാലത്ത് സൈക്കിൾ റിക്ഷ എന്ന് കേൾക്കുമ്പോ പ്രാക്ടിക്കൽ അല്ലല്ലോ എന്ന് കാട്ടാളം മുതലാളിക്ക് ചിലപ്പോ തോന്നാം. പക്ഷെ ഒന്ന് നോക്കിയേ, ഇങ്ങനത്തെ ഒരെണ്ണാണ് നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ. യാത്രക്കാർക്ക് ഇരിക്കാൻ നല്ല ടോപ്പ് കുഷനുള്ള സീറ്റ്, വായിക്കാൻ മാഗസിൻസ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. പക്ഷെ അതിന് എക്സ്ട്രാ വേറെ പേ ചെയ്യണട്ടാ. ഇതാണ് നമ്മുടെ കാട്ടാളൻ റിക്ഷാസ്. ഒരു ഓട്ടോറിക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ കൊടുക്കണേ. ഇതൊന്നും ശരിയാവില്ലേ, നീ ഇത് കൊണ്ടുപോയ മോനെ. ഞാൻ പറയട്ടെ, ആദ്യം തന്നെ നമ്മള് ഗ്രാമങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും 5 കാട്ടാള റിക്ഷാസ് ഇറക്കണം. ഓട്ടോ കാശിന്റെ 3 കൊടുത്താ പോരെ. 1 രൂപയുടെ ലാഭം കിട്ടിയ കടലിൽ ചടന്ന ടീംസ് ആണ് നമ്മുടെ നാട്ടുകാര്. അവരിതിൽ വീഴും. സിറ്റി ട്രാഫിക് അവിടെ ഇല്ലല്ലോ. അത് കറക്റ്റാ. ഒരു 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ കാട്ടാളന്റെ കൊടി പറപ്പിക്കണം നമുക്ക്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നമ്മുടെ കാട്ടാളൻ റിക്ഷാസ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കില്ലേ. അപ്പൊ കാശി മാത്രല്ല, ഇതിനകത്ത് സോഷ്യൽ സർവീസും ഉണ്ട്. ആ അത് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു ഇമേജ് നമ്മൾ പുറത്തു വിടാവുള്ളൂ. ലാഭം വന്നോളും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത സക്സസ് ഉണ്ടായിക്കൊള്ളുന്നല്ല മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വരെ പറയണേ. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. എന്നിട്ട് എന്തിട്ടുണ്ടായേ? അവന്റെ അമ്മയുടെ കാട്ടാളൻ റിക്ഷാസ് 500 വണ്ടി ഉണ്ടാക്കിയിട്ട് അവസാനം 20 വിലക്ക് ഞാൻ തൂക്കിവിറ്റേ. അക്രമായല്ലോ. അവന്റെ മാർക്കറ്റ് തൃശ്ശൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല എന്നൊക്കെയല്ല അവൻ പറഞ്ഞേ. അതെ. ഉഗാണ്ടിന് അവന്റെ മാർക്കറ്റ് ഉണ്ട. വഞ്ചരിക്കാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവന്റെ പേരില്. ഫ്രോഡ്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായി നക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാ. കാശും പോയി, കിട്ടോനെ